പറ്റയുടെ മുൻ എം.എൽ.എ. ശ്രീ സി കെ ശശീന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ സി കെ ശശീന്ദ്രൻ LDF കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമര പരിപാടികളൊക്കെ വയനാട്ടിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പല പഞ്ചായത്തുകളിലും വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നം ഗുരുതരമായ പ്രശ്നങ്ങളാണ്. കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. സ്വന്തം സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഭരണകക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? വയനാട്ടിലെ ജനജീവിതമാകെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതിരൂക്ഷമാണ് വന്യമൃഗശല്യമെന്ന് എല്ലാവർക്കും അറിയാം. രാവും പകലും വ്യത്യാസമില്ലാതെ വന്യജീവി ആക്രമണത്തിന് മനുഷ്യരും അവരെ കൃഷിയും ഒക്കെ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള കടമ. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്, സംസ്ഥാന സർക്കാരിനുമുണ്ട്. രണ്ട് ഗവൺമെന്റുകളും അതിശക്തമായിട്ട് ഇതിൽ ഇടപെടണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ LDF നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ വയനാട്ടിൽ തോമസ് എന്ന് പറയുന്ന കർഷകൻ കടുവ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ സർവകക്ഷി യോഗം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ കലക്ട്രേറ്റിൽ ചേരുകയുണ്ടായി. ആ സർവകക്ഷി യോഗ തീരുമാനപ്രകാരം സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 1670 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അത് കേരളത്തെയും കൂടി ബാധിക്കുന്നതാണ്, ജില്ലയെ മാത്രമല്ല. കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. 620 കോടി രൂപയുടെ പദ്ധതിയായിരുന്നത്. കേന്ദ്ര വനം മന്ത്രിയെ നേരിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി നമ്മുടെ വനമന്ത്രി ശ്രീ AK ശശീന്ദ്രൻ തന്നെ നേരിൽ കണ്ട് സംഭാഷണം നടത്തി ഈ പദ്ധതി സമർപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പദ്ധതിയൊക്കെ കൊള്ളാം, പണം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. കാടും നാടും തമ്മിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കും. കാടും നാടും തമ്മിൽ വേർതിരിക്കാൻ ഏറ്റവും ശാസ്ത്രീയമായ മാർഗങ്ങളിൽ അന്വേഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അത് കണ്ടെത്താൻ വേണ്ടി ഇടപെട്ടുകൊള്ളട്ടെ. നമുക്ക് ഈ ഒരു കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് നമുക്ക് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവില്ല. കാരണം കർഷകർ, ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരാണ് വയനാട് ജില്ലയ്ക്കകത്തുള്ളത്. അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കില്ലേ? അതുമാത്രമല്ല, ഇപ്പം വയനാടിൻ്റെ കാര്യം പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ കാടുകളിൽ നിന്ന് മാത്രമല്ല, കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും കാടുകളിൽ നിന്നുള്ള വന്യമൃഗങ്ങൾ വയനാട്ടിലേക്ക് വരുന്നൊരു സാഹചര്യവുമുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ഗുരുതരമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനും കൂടി വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗം സംസാരിക്കുമ്പോഴാണ് ഈ ഒരു കേരളത്തിലെ ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന കാര്യത്തിൽ സംശയം ഞങ്ങൾക്കാർക്കും ഇല്ല. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പം പുലിയെ അല്ലെങ്കിൽ ആ കടുവയെ കൂട്ടിലിടണമെങ്കിൽ, കൂട് വെക്കണമെങ്കിൽ പോലും അനാവശ്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന വന ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നിയമങ്ങളുടെ കുരുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1972 വനം നിയമം, അതിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിയണം. ഇപ്പൊ കടുവ വന്നു, കൂട്ടിലിടാൻ CCFന്റെ വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുവാദം വേണം. അതിന് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. കേവലം ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന അനുവാദം അല്ലാതെ അവിടെ ജനപ്രതിനിധികളുടെ യോഗം ചേരണം, സ്ഥിതിവിവരങ്ങൾ അറിയിക്കണം, എന്നിട്ട് അങ്ങോട്ട് അറിയിച്ച് തിരിച്ചിങ്ങോട്ട് മറുപടി വരണം. ഇത് DFOമാർക്ക് കൈമാറണമെന്നാണ് ഇന്നലെ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അനുവാദം മേടിക്കണം. മറ്റൊന്ന്, വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം പെരുകിയിരിക്കുകയാണ്. ആ പെരുകിയിരിക്കുന്ന വന്യമൃഗങ്ങളെ എങ്ങനെയാണ് വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിൽ വരുമ്പോഴാണ് വന്യമൃഗങ്ങൾ പുറത്തേക്കൊക്കെ വരുന്നത്. അപ്പൊ അവരെ എങ്ങനെയാണ് മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുക? അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ ലോകാനുഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിനെ വെടിവെച്ച് കൊല്ലുക, നരഭോജികളെ പോലെയുള്ള ആളുകളെ, കടുവകളെയൊക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. ഇത് ലോകം ചെയ്യുന്നതാണ്, നമ്മൾ മാത്രമല്ല, നമ്മുടെ നിയമത്തിലും അതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കാൻ എളുപ്പത്തിൽ കഴിയുക? ഇതാണ് ചെയ്യാൻ വേണ്ടി കഴിയുക. മറ്റൊന്ന്, നഷ്ടപരിഹാര തുക വലിയ വിഷയമാണ്. 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരാണ് 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വലിയ വിഷയമായിട്ട് വരുന്നത് ആളുകൾക്ക് തുക കൊണ്ട് മാത്രം അനാഥമായ ഒരു കുടുംബം പിന്നെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കുറഞ്ഞത് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നത് 50 ലക്ഷം രൂപ ഇതിന് കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് കേന്ദ്രത്തിന്റെ വിഹിതവും കൂടി വേണം.